പ്രിയമുള്ള രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യത പഠിതാക്കളെ നമസ്കാരം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തീർത്താലോ? ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് R.L. സ്റ്റീവൻസൺ എഴുതിയ ട്രാവൽ എന്നുള്ള പോയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി നോക്കാം. In R.L. Stevenson poem Travel, a boy dreams about visiting different, exciting and imaginary places around the world. R.L. Stevenson's poem അല്ലേ, ട്രാവലിൽ ഒരു കുട്ടി സ്വപ്നം കാണുകയാണ്. ഇതിനെക്കുറിച്ച് വിസിറ്റിംഗ് ഡിഫറെൻറ്റ്, വ്യത്യസ്തമായിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ആവേശജനകമായിട്ടുള്ള ഇമാജിനറി പ്ലേസസ് അല്ലേ, സാങ്കല്പികമായിട്ടുള്ള ലോകം അവിടെ മുഴുവൻ ചുറ്റിക്കാണുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. He dreams of going to islands, foreigns and deserts. The poem shows his excitement and curiosity about seeing new places. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കുട്ടിയുടെ ആവേശമാണ്. അതുപോലെ തന്നെ ജിജ്ഞാസ, ക്യൂരിയോസിറ്റി മീൻസ് ഒരു ജിജ്ഞാസ എന്ന് പറയും അല്ലേ, അറിയാനുള്ള ആഗ്രഹം. അബൌട്ട് സീയിങ് ന്യൂ പ്ലേസസ്, പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള കുട്ടിയുടെ ആഗ്രഹം. സ്റ്റീവൻസൺ യൂസസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ടു മേക്ക് ദീസ് പ്ലേസസ് കം അലൈവ് ഇൻ അവർ ഇമാജിനേഷൻ. അപ്പോൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്, ഇമാജറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമാജിനേഷനിൽ തന്നെ ആ ലോകം ഉള്ളതായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലേ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്രീസിയേഷനൊക്കെ വന്നു കഴിഞ്ഞാലും മിനിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതിയാൽ മതിയാവും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് S.K പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. ഇൻ ദ സ്റ്റോറി ദ ഗിഫ്റ്റ്, S.K Pottekkat tells us his experience at a Roman cemetery. ഇപ്പോൾ റോമൻ സെമിത്തേരിയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഗിഫ്റ്റിൽ കാണുന്നത്. ഹി വാസ് ദർ ടു വിസിറ്റ് ഷെല്ലീസ് ടൂം. അപ്പോൾ ഇംഗ്ലീഷ് റൈറ്ററായിട്ടുള്ള ഷെല്ലിയുടെ ശവകുടീരം കാണാനാണ് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ റീച്ച്ഡ് അനദർ സെമിറ്ററി, മറ്റൊരു സെമിത്തേരിയിൽ എത്തിച്ചേർന്നു. ദ ഗാർഡൻ ബ്യൂട്ടി ആൻഡ് കാംനെസ് ഓഫ് ദാറ്റ് പ്ലേസ് അട്രാക്റ്റഡ് ഹിം. അവിടുത്തെ ആ ഗാർഡൻ്റെ ബ്യൂട്ടിയും അതുപോലെ തന്നെ അവിടുത്തെ ശാന്തതയും അയാളെ ആകർഷിക്കുന്നു. ഹി തോട്ട് ഇറ്റ് ആസ് എ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ആൻഡ് സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ എങ്ങനെയാണ് സെമിത്തേരിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് രീതിയിലാണ്. ഒന്ന് ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ആയിട്ട്, മരണത്തിൻ്റെ മണിയറയായിട്ട്, അതുപോലെ തന്നെ വികാരങ്ങളുടെ ഒരു യുദ്ധഭൂമിയായിട്ട് അല്ലേ, സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷനായിട്ട്. ഹി നോട്ടീസ്ഡ് ആൻ ഓൾഡ് കപ്പിൾ. അവിടെ ഒരു വൃദ്ധ ദമ്പതികളെ കാണുന്നു. ദേ വർ ദർ ടു ഓഫർ എ ടോയ് ഫോർ ദെയർ 9-year-old സൺ ചിക്കോ. ചിക്കോവിന് ഒരു 9 വയസ്സായിട്ടുള്ള ചിക്കുവിന് ഒരു ടോയ് അർപ്പിക്കാൻ വേണ്ടി വന്നവരാണ് അവർ. അയാൾ എന്താണ് മരിച്ചിട്ടുള്ളത്? ചിക്കു, ഹു ഹാഡ് ഡയഡ് 35 years ago. Author says that death had immortalized Chiku's childhood. അപ്പോൾ ഈ പാരൻസിൻ്റെ കണ്ണിൽ മരിച്ച കുട്ടി ഇപ്പോഴും അതേ വയസ്സിൽ തുടരുകയാണ്. വാസ്തവത്തിൽ കുട്ടിയുടെ കുട്ടിക്കാലം അനശ്വരമാക്കുകയായിരുന്നു മരണം. The author also offers a gift, a bouquet on tomb of the boy. അങ്ങനെ ഓഥർ കയ്യിൽ കരുതിയിരുന്ന ഒരു പൂച്ചെണ്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് ബോയുടെ ടൂമ്പിൽ. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് മോറിസ് ഹെർസോഗിൻ്റെ ദ അവലാഞ്ച് എന്നുള്ള പാഠമാണ്. ഇൻ അവലാഞ്ച് ഹെർസോഗ് സ്പീക്സ് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ഹിം. ഇപ്പോൾ ഹെർസോഗ് പറയുന്നത് അവലാഞ്ചിലൂടെ എന്താണ് അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ അയാൾ മാത്രമല്ല, അയാളുടെ ടീമും ഉണ്ടായിരുന്നു. ഡ്യൂറിങ് ദിയർ റിട്ടേൺ ഫ്രം അന്നപൂർണ പീക്ക്. അന്നപൂർണ പീക്കിൽ നിന്ന്, ആ ഒരു കൊടുമുടിയിൽ നിന്ന്, ശിഖരത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള ആ പ്രയാസങ്ങളെക്കുറിച്ചാണ് അയാൾ വിവരിച്ചിട്ടുള്ളത്. ദ മിസറബിൾ വെദർ അലോങ് വിത്ത് ഐസ് ഫോൾ മെയ്ഡ് ദെയർ ജേർണി ഡേഞ്ചറസ്. അപ്പോൾ അവിടെ തിരിച്ചു വരുമ്പോഴുള്ള വളരെ ദുരിതപൂർണമായിട്ടുള്ള വെദർ, അതുപോലെ തന്നെ ഐസ് ഫാൾ ഒക്കെ അവരുടെ യാത്ര ദുഷ്കരമാക്കി. സം ഓഫ് ദം ലോസ്റ്റ് ബാലൻസ് ആൻഡ് ഫെൽ ഡൗൺ ടു ഡെപ്ത്സ്. പലരും ബാലൻസ് നഷ്ടപ്പെട്ട് ആഴങ്ങളിലേക്ക് വീഴുന്നു. ദേ ഗോട്ട് ഇഞ്ചേർഡ്, പരിക്ക് പറ്റുന്നു. ബട്ട് ഷെർപ്പാസ് ഹെൽപ് ദം എ ലോട്ട് ടു കംപ്ലീറ്റ് ദെയർ എക്സ്പെഡിഷൻ. അവരുടെ യാത്ര പൂർത്തീകരിക്കുന്നത് ഷെർപ്പാസിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. സംഹൗ ഹിസ് ടീം കുഡ് റീച്ച് ഡൗൺ സേഫ്ലി. എങ്ങനെയായാലും അവർക്ക് അവസാനം അവരുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ച് താഴേക്ക് വരാൻ സാധിച്ചു. Opportunity is How I Taught My Grandmother to Read, written by Sudhamurthy. Here goes the summary of the chapter. In How I Taught My Grandmother to Read by Sudhamurthy, a young girl teaches her illiterate grandmother to read and write. തൻ്റെ നിരക്ഷരയായിട്ടുള്ള ഗ്രാൻഡ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു യങ് ഗേളിനെയാണ് ഈ കഥയിലൂടെ കാണുന്നത്. ദ ഗ്രാൻഡ് മദർ ഈസ് ഡിറ്റർമൈൻഡ് ടു ലേൺ ആഫ്റ്റർ റിയലൈസിങ് ഷീ കനോട്ട് റീഡ് ഹെർ ഫേവറേറ്റ് നോവൽ കാശിയാത്ര. അപ്പോൾ എപ്പോഴാണ് തീരുമാനിക്കുന്നത് പഠിക്കാൻ തൻ്റെ ഫേവറേറ്റായിട്ടുള്ള കാശിയാത്ര എന്നുള്ള നോവല് തനിക്ക് വായിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലാണ്. പേഷ്യൻസ് ആൻഡ് ഡെഡിക്കേഷൻ, ക്ഷമയോടുകൂടി, അർപ്പണബോധത്തോടുകൂടി ദ ഗേൾ ഹെൽപ്സ് ഹെർ ഗ്രാൻഡ് മദർ അച്ചീവ് ഹെർ ഡ്രീം. അങ്ങനെ ആ മുത്തശ്ശിയെ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നു ആ ചെറിയ കുട്ടി. ദ സ്റ്റോറി ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദ ഗ്രാൻഡ് മദർ ആൻഡ് ദ ഗ്രാൻഡ് ഡോട്ടർ.
നെക്സ്റ്റ് ആലിസ് വാക്കറിൻ്റെ പോയമായിട്ടുള്ള റിമെമ്പർ മീ ആണ്. Alice Walker protests against discrimination towards women and black people through her poem Remember Me. ഇപ്പോൾ റിമെമ്പർ മീ എന്നുള്ളത് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിലൂടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്, എതിർക്കുകയാണ്. എന്തിനെതിരെയൊക്കെ? ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്. ആർക്കെതിരെയുള്ള വേർതിരിവാണ്? ടുവേർഡ്സ് വിമൻ ആൻഡ് ബ്ലാക്ക് പീപ്പിൾ, അല്ലെ, സ്ത്രീകളോടും അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരായ ആളുകളോടുമുള്ള ഡിസ്ക്രിമിനേഷനെതിരെ പൊരുതുകയാണ് ആലിസ് വാക്കർ ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. അറ്റ് ഫസ്റ്റ് ഷീ വാസ് മിയർലി എ വൂണ്ടഡ് ഡാർക്ക് ഗേൾ ലിവിങ് ലൈക്ക് എ സ്ലേവ്. ഒരടിമയെ പോലെ ജീവിക്കുന്ന മുറിവേറ്റ ഒരു ഡാർക്ക് ഗേളിനെയാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. നൗ ഷീ ഈസ് ബോൾഡ് ആൻഡ് പവർഫുൾ ഇനഫ് ടു ഗീവ് ഹോപ്പ്. പിന്നീട് വെൻ ഷീ ബിക്കം എ വുമൺ, അവർക്ക് എന്ത് സംഭവിക്കുന്നു? ഷീ ചേഞ്ചസ് എ ലോട്ട്. അവരെന്താകുന്നു? ബോൾഡ് ആകുന്നു, പവർഫുൾ ആകുന്നു, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നു. ഷീ യൂസസ് ഹെർ ഓൺ സ്റ്റോറി ടു ക്രിയേറ്റ് സ്ട്രോങ് വുമൺ ആൻഡ് ദിസ് പുട്ട് ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ സ്വന്തം കഥ കൊണ്ട് സ്ത്രീകൾക്ക് ജസ്റ്റിസും ഹോപ്പും സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഒരു പദ്യമായിട്ട് ഇത് മാറുകയാണ്. നെക്സ്റ്റ് മദേഴ്സ് ഡേ ആണ് ജെ.ബി. പ്രീസ്ലിയുടെ. ഇൻ മദേഴ്സ് ഡേ ബൈ ജെ.ബി. പ്രീസ്ലി, മിസ്സിസ് പേഴ്സൺ ഫീൽസ് അൺഅപ്രീഷിയേറ്റഡ് ബൈ ഹർ ഫാമിലി. തൻ്റെ ഫാമിലി നിരാകരിക്കുന്ന ഒരു കഥാപാത്രമാണ് മിസ്സിസ് പേഴ്സൺ. ഹർ ഫ്രണ്ട് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് യൂസസ് മാജിക് ടു സ്വിച്ച് ദ റോൾസ്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരു മാജിക്കിൻ്റെ സഹായത്തോടുകൂടി മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡും അതുപോലെ തന്നെ മിസ്സിസ് പേഴ്സണും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ശരീരങ്ങൾ മാറുകയാണ്, പരകായ പ്രവേശം നടത്തുന്നു. ആസ് മിസ്സിസ് പേഴ്സൺ, മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ടീച്ചേഴ്സ് ദ ഫാമിലി ടു റെസ്പെക്റ്റ് ആൻഡ് വാല്യൂ മിസ്സിസ് പേഴ്സൺ. അപ്പോൾ മിസ്സിസ് പേഴ്സണെ പോലെ ആ വേഷത്തിൽ ഫിറ്റ്സ്ജെറാൾഡ് എന്ത് ചെയ്യുകയാണ്? ടീച്ചേഴ്സ് ദ ഫാമിലി, മിസ്സിസ് പേഴ്സൻ്റെ ഫാമിലിയെ പഠിപ്പിക്കുകയാണ്. ടു റെസ്പെക്റ്റ് ആൻഡ് വാല്യൂ മിസ്സിസ് പേഴ്സൺ, പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ബൈ ദ എൻഡ് ദ ഫാമിലി റിയലൈസസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഷീ ഈസ് ആൻഡ് സ്റ്റാർട്ട്സ് ട്രീറ്റിംഗ് ഹർ ബെറ്റർ. അപ്പോൾ നമ്മൾ അവസാനം കാണുന്നത് കുടുംബം മിസ്സിസ് പേഴ്സനെ ഒന്നുകൂടി നന്നായിട്ട് കെയർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കാണുന്നത് റസ്കിൻ ബോണ്ടിൻ്റെ മൈ എക്സെൻട്രിക് ഗെസ്റ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ്. ഇൻ ദ എസ്സേ മൈ എക്സെൻട്രിക് ഗെസ്റ്റ്, റസ്കിൻ ബോണ്ട് റൈറ്റ്സ് അബൌട്ട് ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് അതർ വൈൽഡ് ക്രീച്ചേഴ്സ് ദാറ്റ് എൻ്റർ ഇൻ ടു ഹിസ് കോട്ടേജ്. In his loneliness in Himalayan Valley, Ruskin Bond welcomes insects, birds and little wild creatures. അയാളുടെ ലോൺലിനെസ്സിലെ ഏകാന്തതയിൽ ഇത്തരത്തിലുള്ള ഇൻസെക്ട്സിനെയും പ്രാണികളെയും ബേഡ്സിനെയും ചെറിയ കാട്ടുജീവികളെയും ഒക്കെ അയാൾ സ്വന്തം വീട്ടിലേക്ക് ആനയിക്കുകയാണ്. ഹി ട്രീറ്റ്സ് ദം ആസ് ഗെസ്റ്റ്സ്. അവരൊക്കെ ഗസ്റ്റുകളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. ഹിസ് ഓപ്പൺ വിൻഡോസ് ദാറ്റ് അലൗ പ്ലെൻറ്റി ഓഫ് ഫ്രഷ് എയർ ഇൻ ടു ഹിസ് റൂം വാസ് ഓൾസോ എ വെൽക്കം ഡോർ ടു ദീസ് ഗെസ്റ്റ്സ്. ശുദ്ധവായുവിനായി ജനൽ തുറന്നിടുമ്പോൾ അതിലൂടെ വരുന്ന പ്രാണികളെല്ലാം അയാളുടെ ഗസ്റ്റുകളാണ്. ഹി വാസ് നോട്ട് ദാറ്റ് സെൽഫിഷ് ടു ഡ്രൈവ് ദം എവേ ഔട്ട് ടു ദ ഹെവി റൈൻ. അദ്ദേഹം ക്രൂരനല്ല ഈ ജീവികളെ പുറത്തേക്ക് തള്ളിവിടാൻ വലിയ മഴയത്ത്. ഹിസ് വിസിറ്റേഴ്സ് ഇൻക്ലൂഡ് ബാംബൂ ബീറ്റിൽസ്, ത്രഷസ്, സ്ക്വിറൽസ്, മാൻറ്റൈസസ് ആൻഡ് ടൈനി ബാറ്റ്, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ. അപ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിഥികളിൽ ഒരാളായിരുന്നു ആ ചെറിയ ബാറ്റ് എന്ന് പറയുന്നത്, ആ റയർ സ്പീഷീസിൽപ്പെട്ട സാധനം. ഹി ഫ്ലൈസ് അണ്ടർ ദ ചെയർസ് ആൻഡ് ടേബിൾസ്. ബാറ്റിൻ്റെ പ്രത്യേകതയാണതല്ലേ, അതങ്ങനെ ചെയർസിൻ്റെയും ടേബിൾസിൻ്റെയൊക്കെ ഇടയിലൂടെ പാറി നടക്കും. ദ ഓദർ വാച്ചസ് ദെയർ മാനറിസംസ് ആൻഡ് ആക്ട് സോ ക്ലോസ്ലി. അപ്പോൾ ഇവരുടെയൊക്കെ മാനറിസംസ്, ഭാവാദികളെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു ഓദറിനെയാണ് നമുക്കിവിടെ കാണുന്നത്. അടുത്തത് വില്യം ഷേക്സ്പിയറിൻ്റെ ദ 7 Ages of Man. William Shakespeare's 7 Ages of Man is a famous speech from his play As You Like It. It compares life to a stage and describes 7 stages that a man goes through in his lifetime. ഒരാൾ തൻ്റെ ജീവിതകാലത്ത് കടന്നു പോകുന്ന 7 സ്റ്റേജുകളിലൂടെയാണ് ഈ ഒരു യാത്ര. ഈ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നാണ് ഇൻഫൻസിയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. എ ഹെൽപ്ലെസ് ബേബി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ അതേഴ്സ്. നെക്സ്റ്റ് ഈസ് സ്കൂൾ ബോയ്, ആൻ അൺവില്ലിംഗ് സ്റ്റുഡൻറ്റ് ഹു ഡിസ്ലൈക്സ് ഗോയിങ് ടു സ്കൂൾ. Next is young lover, filled with passion and idealism, expressing love through sighs and poems. Next is soldier, bold and brave, eager to fight for glory and recognition. അതിനെ വീട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്, ബോൾഡാണ്. അതുപോലെ തന്നെ അടുത്ത ജസ്റ്റിസ് ആണ്, എ മെച്യൂർ ആൻഡ് റെസ്പെക്റ്റഡ് ഫിഗർ ഹൂ ഡെലിവേഴ്സ് വൈസ് ജഡ്ജ്മെൻറ്റ്സ്. വലിയ ജഡ്ജ്മെൻ്റൊക്കെ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഓൾഡ് മാൻ loses his physical strength and is often ridiculed by younger people. പലപ്പോഴും ചെറുപ്പക്കാരാൽ കളിയാക്കപ്പെടുന്ന ഒരാളാണ് ഓൾഡ് മാൻ എന്ന് പറയുന്നത്. അയാൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത്, ശാരീരിക ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും.
അടുത്തതെന്ന് പറയുന്നത് സെനിലിറ്റിയാണ്, അതായത് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആണ്. ബിക്കംസ് ഡിപ്പെൻഡൻ്റ് അഗെയിൻ, വീണ്ടും ആ ഒരു കുട്ടിക്കാലത്തേക്ക് എത്തുന്നു, ഇൻഫൻസിയിലേക്ക് എത്തുന്നു. വിത്ത് ഫെയിലിംഗ് സെൻസസ് ആൻഡ് എ ഫോർഗെറ്റ്ഫുൾ മൈൻഡ്. തങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഫെയിലായി പോകും, അതുപോലെ തന്നെ മറവിയും അയാളെ ബാധിക്കും. ദ പോയം ഹൈലൈറ്റ്സ് ദ ചേഞ്ചസ് വി ഓൾ എക്സ്പീരിയൻസ് ആസ് വി ഗ്രോ ഓൾഡർ. അപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പോയം ഹൈലൈറ്റ് ചെയ്യുന്നത്. അടുത്തത് J.C. ഹിൽസിൻ്റെ ഗുഡ് മാനേഴ്സ് ആണ്. J.C. Hills as a good manners teaches us that being polite is more important than just saying please and thank you. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്ലീസ് അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുന്നതാണ്. പക്ഷേ അതിനേക്കാട്ടിലും ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം പൊളൈറ്റ് ആയിരിക്കുക, വിനീതമായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ഇറ്റ്സ് അബൌട്ട് ബീയിങ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്, എസ്പെഷ്യലി ദോസ് ഇൻ നീഡ്. ആവശ്യമുള്ളപ്പോൾ ഹെൽപ്ഫുള്ളായിട്ട് അതുപോലെ തന്നെ ദയോടുകൂടി പെരുമാറാൻ പഠിക്കണം. വെൻ എ സ്ട്രോങ് യങ് മാൻ who only cares about himself, സ്വാർത്ഥനായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള യങ് മാൻ ഗെറ്റ്സ് സിക്ക്, അസുഖം വരുമ്പോൾ, then he learns the value of kindness. അപ്പോഴാണ് അവന് കൈൻഡ്നെസ്സിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത്, ദയയുടെ വാല്യൂ. The essay says good manners make life better for everyone. അപ്പോൾ ഗുഡ് മാനേഴ്സ് നമ്മുടെ ജീവിതം ഈസിയാക്കി തീർക്കുന്നു. ലൈക്ക് ഓയിൽ ദാറ്റ് മേക്സ് എ മെഷീൻ റൺ സ്മൂത്ത്ലി. ഒരു മെഷീൻ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലിടുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ അത്രയും സ്മൂത്താക്കുന്നത് ഗുഡ് മാനേഴ്സാണ്. ബൈ ബീയിങ് കൈൻഡ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ വി ക്രിയേറ്റ് എ ഹാപ്പിയർ വേൾഡ്. മറ്റുള്ളവരോട് ദയ കാണിച്ചിട്ടും അതുപോലെ തന്നെ അവരോട് റെസ്പെക്റ്റ് കാണിച്ചിട്ടും നമ്മളൊരു സന്തോഷജനകമായിട്ടുള്ള ലോകം കെട്ടിപ്പടുക്കുന്നു. നെക്സ്റ്റ് ഈസ് വിൽ യങ്നിങ്സ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ആസ് സോങ് ഇൻ ദ ഫിലിം ടൈറ്റാനിക് വാസ് പെൻ ബൈ വിൽ ജെന്നിങ്സ്. ദ സോങ് റിഫ്ലക്ട്സ് ഇമോഷണൽ ഡെപ്ത്സ് ഓഫ് ദ ഫിലിം. നമുക്ക് ഈ സിനിമയിൽ പാട്ടിലൂടെ അതിൻ്റെ വല്ലാത്തൊരു വികാരത്തിൻ്റെ തീവ്രത കിട്ടും. ദ സോങ് ഗീവ്സ് എസ് ദ ഫീലിംഗ് ദാറ്റ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത്. മരണത്തേക്കാൾ സ്ട്രോങ്ങറാണ് ലവ് എന്നുള്ള ഫീലിംഗ് ആണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ദ ലിറിക്സ് ടോക്ക് അബൌട്ട് ഹൗ ദ സിംഗർ സീസ് എ ലവർ ഇൻ ഡ്രീംസ്. പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഹൗ ദ സിംഗർ സീസ് ഹെർ ലവർ. ഇത് പാടുന്ന ആൾ തൻ്റെ ലവറിനെ കാണുന്നു എവിടെ? ഇൻ ഡ്രീംസ്. ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ ലവ് ക്യാൻ ലാസ്റ്റ് എ ലൈഫ് ടൈം. എങ്ങനെ ജീവിതത്തിലുടനീളം സ്നേഹം നിലനിൽക്കുന്നു. ആൻഡ് നെവർ എൻഡ്, ഒരിക്കലും തീരുന്നില്ല. ഈവൻ ഇഫ് ദ പീപ്പിൾ ഇൻവോൾവ് ആർ നോ ലോങ്ങർ അലൈവ്. രണ്ട് കൂട്ടരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ സ്നേഹം തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. നോ മാറ്റർ വേർ ദ സിംഗർ ഈസ്. ഈ സിംഗർ ഇത് പാടുന്ന ആൾ എവിടെയാണെങ്കിലും ദേ ബിലീവ് ദാറ്റ്, അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ദ ഹാർട്ട് ഡസ് ഗോ ഓൺ എന്നുള്ളതാണ്. അതായത് ഈവൻ ദോ ദേ ആർ അപ്പാർട്ട്, അവർ വിദൂരതയിലാണെങ്കിലും അടുത്തില്ലെങ്കിലും ദേ വിൽ ഓൾവേസ് ബി ടുഗെദർ ബിക്കോസ് ലവ് നെവർ ഡൈസ്. അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും, കാരണം ലവ് നെവർ ഡൈസ്. നെക്സ്റ്റ് ഈസ് Camels vs. Trains by Satyajit Ray. In Camels vs. Trains, Satyajit Ray remembers the difficulties and troubles he faced during shooting that sequence. ഇപ്പോൾ Camels and Trains-ലൂടെ സത്യജിത് റേ ഓർത്തെടുക്കുകയാണ്. ഇറ്റ്സ് MEMOIR, മെമോ എന്നാണ് വായിക്കേണ്ടത്, മെമ്മോയർ എന്ന് എഴുതണം. അപ്പോൾ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. അതായത് എന്തിനെക്കുറിച്ചിട്ടുള്ളത്? ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്, ഒരു രംഗം, ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ നേരിട്ട വെല്ലുവിളികൾ, ഡിഫിക്കൽട്ടീസും ട്രബിൾസും ഒക്കെ ഓർക്കുന്നു ഈ ഒരു രചനയിലൂടെ. ഇൻ ദ മൂവി സോണർ കെല്ലർ, അതാണ് നമ്മുടെ സിനിമ. എ സീൻ ഷോസ് ദ വില്ലൻ മാൻഡർബോസ്. വില്ലൻ്റെ പേര് മാൻഡർബോസ് ആണ്. ബീയിങ് പേഴ്സ്യൂഡ് ബൈ ഫെലൂഡ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ഫെലൂഡ ഹീറോ ആണ്, അയാളുടെ സുഹൃത്തുക്കളൊക്കെ വില്ലനെ ഫോളോ ചെയ്യുന്നു. ദേ ഹാവ് ടു ക്ലൈംബ് ഓൺ ക്യാമൽസ് വൈൽ ചേസിങ് ഇൻ ഡെസേർട്ട്. ഇപ്പോൾ മരുഭൂമിയിലൂടെയാണ് ചേസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ക്യാമൽസിന് ആവശ്യം വന്നു. ദ ക്യാമൽസ് റൺ ടു എ മൂവിങ് ട്രെയിൻ. ക്യാമൽസ് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകണം. ഫെലൂഡ വേവ്സ് എ വൈറ്റ് ഹാൻഡ് കർച്ചീഫ്. ഫെലൂഡ വൈറ്റ് ഹാൻഡ് കർച്ചീഫ് ഉയർത്തി വീശുന്നുണ്ട്, പക്ഷേ ട്രെയിൻ നിർത്തുന്നില്ല അല്ലേ. ദ ട്രെയിൻ ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ ഷൂട്ടിംഗ് ക്രൂ ഡിസപ്പോയിൻറ്റഡ്. ഇത് കണ്ടപ്പോൾ ഷൂട്ടിംഗ് ക്രൂ ഡിസപ്പോയിൻറ്റഡ് ആവുന്നു, നിരാശരാകുന്നു. വൈൽ ഷൂട്ടിംഗ് ദിസ് സീക്വൻസ് ദേ ഫേസ്ഡ് എ ലോട്ട് ഓഫ് ട്രബിൾസ്. ഒരുപാട് ട്രബിൾസ് അവർക്കുണ്ടാകുന്നു. ദേ നീഡഡ് എ ട്രെയിൻ ഫോർ ദിസ്. അവർക്കായിട്ടൊരു ട്രെയിൻ വേണ്ടി വരികയാണ്. ബട്ട് ദ ട്രെയിൻ ദേ വർ ഗോയിങ് ടു യൂസ് വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു ദ ഹൈക്ക് ഇൻ ദ കോൾ പ്രൈസ്. കൽക്കരിയുടെ വില ഉയർന്നത് കാരണം അവരുടെ ട്രെയിൻ അവർ ക്യാൻസൽ ചെയ്യുകയാണ് അല്ലേ. ട്രെയിൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. സോ സത്യജിത് റേ മെറ്റ് ദ റെയിൽവേ അതോറിറ്റീസ് ആൻഡ് ദേ അലൗഡ് ഹിം എ ട്രെയിൻ. അങ്ങനെ റെയിൽവേ അതോറിറ്റീസിനെ സമീപിച്ചപ്പോൾ സത്യജിത് റേക്ക് ഒരു ട്രെയിൻ അനുവദിക്കുകയാണ്. ബട്ട് ഹി ഹാഡ് ടു പേ ഫോർ ദ കോൾ യൂസ്ഡ്. കൽക്കരിക്ക് വില കൊടുക്കേണ്ടി വരുന്നു. ഓൺ ദ ഫസ്റ്റ് ഡേ ദ ട്രെയിൻ വാസ് ലേറ്റ്. ആദ്യത്തെ ദിവസം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. സോ ദേ കുഡ് നോട്ട് ഷൂട്ട്. അങ്ങനെ ആ ദിവസത്തെ കാശ് നഷ്ടപ്പെടുകയാണ്. ദ നെക്സ്റ്റ് ഡേ ആഫ്റ്റർ എ ഫ്യൂ ടേക്സ് ദേ ഷോട്ട് സീക്വൻസ്.
അങ്ങനെ പിറ്റേ ദിവസം കുറച്ച് ടേക്സിന് ശേഷം അല്ലേ, ഒന്ന് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം ഈ ഷോട്ട് പൂർത്തിയാവുകയാണ് അല്ലേ, ഈ ഒരു സീൻ പൂർത്തിയാവുകയാണ്. നെക്സ്റ്റ് നമുക്കുള്ളത് അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടൊരു ഇൻ്റർവ്യൂ ആണ്. അടൂർ ഗോപാലകൃഷ്ണൻ ഓപ്പൺസ് അപ്പ് ഹിസ് ഒപ്പീനിയൻസ് അബൌട്ട് ഫിലിം മേക്കിംഗ് ഇൻ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. He says that he makes Malayalam films not for a few audience but for all. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. Distributors should promote good films, thereby making it popular. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യേണ്ടത് നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യലാണ്, അങ്ങനെ അതിനെ പ്രശസ്തിയിലെത്തിക്കുകയാണ്. According to him, scripting is the most important stage in film making. ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റിംഗ് ആണ്, തിരക്കഥ. But it is changeable if necessary. റിയൽ ലൊക്കേഷൻസിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. Impact of film is decided by its editor or director. അപ്പോൾ ഈ ഫിലിമിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് അത് ഡിസൈഡ് ചെയ്യുന്ന എഡിറ്റിംഗ് ടേബിളിലായിരിക്കും അല്ലെങ്കിൽ ഡയറക്ടറായിരിക്കും. അടൂർ ആൻഡ് സത്യജിത് റേ ആർ നോട്ട് വില്ലിംഗ് ടു കോംപ്രമൈസ് വിത്ത് മാർക്കറ്റ് പ്രഷേഴ്സ്. മാർക്കറ്റിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ആളുകളല്ല ഇരുകൂട്ടരും. സോ ദെയർ ഫിലിംസ് ആർ റിയൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ലൈഫ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങൾ ഇന്ത്യൻ ജീവിതത്തിൻ്റെ ക്രോസ് സെക്ഷനാണ്, പ്രതിഫലനമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സേസ് ദർ ഈസ് നോ പാരലൽ സിനിമ. നമ്മൾ സമാന്തര സിനിമകളെന്ന് പേരിടുന്നു, പക്ഷേ അടൂർ പറയുന്നത് അങ്ങനെ സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇല്ല എന്നാണ്. ഓൾ വോണ്ട് ദെയർ ഫിലിംസ് ടു ബി പോപ്പുലർ. എല്ലാവർക്കും ആവശ്യം തങ്ങളുടെ സിനിമകൾ പോപ്പുലർ ആവുക എന്ന് തന്നെ. ഇൻ വെസ്റ്റേൺ കൺട്രീസ് ഇഫ് എ ഫിലിം വിൻസ് എ ഗുഡ് പ്രൈസ്, വിദേശത്തൊക്കെ നല്ലൊരു അവാർഡ് കിട്ടുന്ന സിനിമയാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടുകയാണെങ്കിൽ, ഇറ്റ് ബിക്കംസ് ദ സെല്ലിംഗ് പോയിൻറ്റ്. ആ സിനിമ വിറ്റുപോകും, ലാഭം കിട്ടും, ആ സിനിമയ്ക്ക് ഓഡിയൻസ് ഉണ്ടാവും. ബട്ട് ഹിയർ പീപ്പിൾ തിങ്സ് ദാറ്റ് അവാർഡ് വിന്നിങ് ഫിലിംസ് ആർ നോട്ട് എൻജോയബിൾ. പക്ഷേ ഇവിടെ ആളുകളുടെ വിചാരം അവാർഡ് ഫിലിംസ് അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ട്രൂ ഹെയ്റ്റ് എന്നുള്ള ഡേവിഡ് നാസ്റ്ററിൻ്റെ ഒരു കഥയാണ്. David Naster's True Height is an inspiring story of a blind Pole vaulter, Michael Stone. മൈക്കൽ സ്റ്റോൺ എന്ന് പറയുന്ന പോൾ വാൾട്ടറിൻ്റെ, ബ്ലൈൻഡ് ആയിട്ടുള്ള പോൾ വാൾട്ടറിൻ്റെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് നാസ്റ്റർ പറയുന്നത്. മൈക്കൽ സ്റ്റാർട്ടഡ് ഈസ് ട്രെയിനിങ് ഫ്രം ദ ഏജ് ഓഫ് 14. ഹി വാസ് വെരി ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിറ്റർമൈൻഡ്. ഡെഡിക്കേഷൻ, അർപ്പണബോധം, അതുപോലെ തന്നെ ഉറച്ച മനസ്സോടുകൂടിയ ഒരാളാണ് അദ്ദേഹം. ഹിസ് ഫാദർ ബേർഡ് സ്റ്റോൺ വാസ് ഹിസ് കോച്ച്, എ പ്രീച്ചർ ഓഫ് ഹാർഡ് വർക്ക്. അപ്പോൾ കോച്ച് ആരാണെന്ന് പറയുന്നു, അദ്ദേഹം ഹാർഡ് വർക്കിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഹിസ് മദർ മിൽഡ്രഡ് സ്റ്റോൺ ടോട്ട് ഹിം ഹൗ ടു ഡ്രീം. അമ്മയാണെങ്കിൽ മകനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. മോട്ടിവേഷൻ ഫ്രം ബോത്ത്, ഇരുകൂട്ടിൽ നിന്നുള്ള ആ ഒരു പ്രചോദനം, എലോങ് വിത്ത് ഹിസ് സ്ട്രോങ് ഡിസയർ ടു വിൻ. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ സ്വയം ഉള്ള ആഗ്രഹം, അല്ലേ, താൻ ജയിക്കണമെന്നുള്ള ആഗ്രഹം, മെയ്ഡ് ഹിം ഫേസ് ഓൾ ചലഞ്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ തൻ്റെ മുന്നിലുള്ള എല്ലാ വെല്ലുവിളികളെയും ഫേസ് ചെയ്യാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ഫൈനലി ഹി ഗ്രാബ്ഡ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് മെഡൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ എമിലി ഡിക്കിൻസൺ. The poem speaks about the value of success and illustrates that those who have tasted failure can truly feel the real essence of success. തോറ്റവർക്ക് മാത്രമാണ് ജയത്തിൻ്റെ മാധുര്യം മനസ്സിലാവുക. The more successful you are, the less you appreciate that success and vice versa. നിങ്ങൾ എത്രത്തോളം ജയിക്കുന്നോ അത്ര കുറവായിരിക്കും നിങ്ങൾ സക്സസ്സിനെ എൻജോയ് ചെയ്യുന്നത്, തിരിച്ചും. The desire for success is strongest in those who need it most. ഇപ്പോൾ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കുക അത് ആവശ്യമുള്ളവർക്കായിരിക്കും, ഏറ്റവും അധികം ആവശ്യമുള്ളവർക്ക്. ഏതുപോലെ ലൈക്ക് ഡൈയിങ് സോൾജിയർ ഹു ക്യാൻ ഹിയർ ദ സെലിബ്രേഷൻസ് ഓഫ് ഹിസ് എനിമീസ്. ഇപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ഒരു സോൾജിയർ തൻ്റെ തൊട്ടടുത്ത എനിമി ക്യാമ്പിൽ നിന്ന് സെലിബ്രേഷൻസ് കേൾക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും എന്താണ് സക്സസിൻ്റെ മൂല്യമെന്ന്. നെക്സ്റ്റ്, ദ ലാസ്റ്റ് ചാപ്റ്റർ, ഫെയർവെൽ സ്പീച്ച് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. Sachin Tendulkar's farewell speech delivered on November 16th, 2013 at Wankhede Stadium in Mumbai was a heartfelt expression of gratitude. Gratitude means thankfulness. Nandi. He thanked his parents, wife, children, brothers and all other family members for being with him. തൻ്റെ കൂടെ നിന്നതിന് എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. He thanked his teammates, coaches, especially Ashrey sir, doctors, managers and fans for their support throughout his cricket career. He also expressed his love for the game and acknowledged the significant role each person played in his journey, making it an emotional and memorable farewell. അപ്പോൾ ഇത്രയുമാണ് വളരെ എളുപ്പത്തിൽ എന്നാൽ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ സമ്മറി തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പരീക്ഷ എഴുതാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.